ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഇമൻസ് ഇൻഷാനോട്ട് എപ്പിസോഡ് 10 ആണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ ശേഷം എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്കൂൾ മൊത്തം തീ കാരണം കത്തിപ്പോയത് കൊണ്ട് തന്നെ എല്ലാവർക്കും നേരത്തെ ഒരു സമ്മർ ഹോളിഡേ തന്നു സ്കൂളുകാർ. എന്തുവാണെന്ന് അറിയില്ല, എന്നെ തടി അലക്സി എന്നെ വീട്ടിൽ വരാറുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും എസ്കേപ്പ് ആയി നടക്കാറാണ് പതിവ്. വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് ചെയ്യാൻ ഇനി ഒരു ജോലിയും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ലെറ്റർ ആൽഫയിൽ നിന്ന് വരുന്നത്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എനിക്ക് ചെയ്യാൻ ജോലി ഇഷ്ടം പോലെയുണ്ട്. എനിക്കിപ്പോ ജോലി എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് ലാൻഡ് ആയിട്ടുള്ള ലാൻഡ് വാർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എൻ്റെ അടുത്ത മിഷൻ ഉള്ളത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഷാഡോ ബസ്സിനെ കാണിക്കണം. അപ്പൊ ഗാമ അവളുടെ ജോലിക്ക് നന്നായി ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ആണെങ്കിൽ ഹീറോനെ ആലോചിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. വേറൊരു പെൺകുട്ടി ഉറക്കത്തിന് ഏറ്റു വന്നതിന് ശേഷം ജനലിന്റെ അടുത്ത് വന്നതിന് ശേഷം അവൾ വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ്. വേറൊരു പെൺകുട്ടി അവളെ മാജിക് യൂസ് ചെയ്തതിനു ശേഷം അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിട്ട് അവൾ മാറ്റുകയാണ്. ലോർഡ് ഷാഡോനെ ഞാൻ മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും നടക്കില്ലായിരുന്നു, എനിക്ക് ഇത്ര ഹാപ്പിനെസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് ആ പെൺകുട്ടി അവളെ മനസ്സിൽ ആലോചിക്കുകയാണ്. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഷാഡോ ആണെങ്കിൽ അവന്റെ പവർ ആണെങ്കിൽ ആ പെൺകുട്ടി കുറച്ചതിന് ശേഷം പറയാണ്, ഇതാണ് നിനക്ക് വേണ്ട, ഈ ഒരു പവർ ഉണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര ധൈര്യമായിരിക്കും, ഈ ഒരു പവർ വെച്ച് നിനക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറൊരു സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഷാഡോ ഓർഗനൈസേഷനിലുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ സെനോൺ ഈ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് വെച്ചേക്കുകയാണ്. അപ്പോഴേക്ക് ഹീറോ വന്നതിന് ശേഷം പറയാണ്, ആ ഒരു പെൺകുട്ടി, ആ ഒരു ഭംഗിയുള്ള പെൺകുട്ടി എന്റേതാണ്, ഞാൻ അവളെ രക്ഷിക്കാനോ വന്നതെന്ന് പറഞ്ഞ് അവൾ ആലോചിക്കുകയാണ്. നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അതിന്റെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓ, ഈ സ്റ്റോറി ഒട്ടും പോരാ എന്ന് പറഞ്ഞിട്ട് അവൾ ആ പേപ്പർ കീറി കളയാണ്. വെളിയിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങി നോക്കുക, അപ്പൊ തലയ്ക്കകത്ത് വല്ല സ്റ്റോറി വല്ല ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ട് അവൾ വെളി ഇറങ്ങുമ്പോഴാണ് നേരത്തെ കണ്ടൊരു പെൺകുട്ടി അവൾ കാണുന്നത്. ഇപ്പോൾ ഒന്ന് പെൺകുട്ടിയുടെ പേര് ബീറ്റ എന്നാണ്. നമുക്ക് ഈ സ്റ്റോറി റൈറ്റർ ആയിട്ടുള്ള പെൺകുട്ടി നമുക്ക് റോസ് എന്ന് വിളിക്കാം. അപ്പോഴേക്ക് ബീറ്റ റോസിനോട് പറയാണ്, ഞാൻ നല്ല ലോർഡ് ഷാഡോയുടെ സ്വപ്നം കണ്ടു. അപ്പോഴേക്ക് റോസ് പറയാണ്, ഇന്നെ ലോർഡ് ഷാഡോ കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്, ലോർഡ് ഷാഡോക്ക് എന്നെ ഒരു നോട്ടമുണ്ട്. അപ്പോഴേക്ക് ബീറ്റ ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഏയ് റോസ്, ആ ഒരു നോട്ടത്തിനെ പറ്റി നീ പറയണ്ട, കാര്യം ആ നോട്ടം എന്നെ നോക്കാറുള്ളത് തന്നെ, അത് വെറും ഒരു നോട്ടം തന്നെയാണ്. ലോർഡ് ഷാഡോ ഭയങ്കര ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ ഷാഡോ ബസ്സിനെല്ലാം സാധാരണ നോക്കുന്ന പോലെയാണ് നിന്നെ നോക്കി, അതുകൊണ്ട് അതിൽ വലിയ കാര്യം നീ ആക്കണ്ട. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ക്ലൂ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരുന്നത്. ആ ക്ലൂ എന്ന് പറഞ്ഞ പെൺകുട്ടി വന്നതിന് ശേഷം അവരുടെ പറയാണ്, ലേഡി ആൽഫ നമ്മളെല്ലാവരും ഒരു അർജന്റ് മീറ്റിംഗിൽ വിളിച്ചിട്ടുണ്ട്. ഇത് കേട്ടത് രണ്ടൊരു ഫേസ് മാറ്റി സീരിയസ് മോഡിലോട്ട് പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് ഗാമേന്റെ ആ ഒരു മോഡിലോട്ട് പ്രിൻസസ് ഐറിസും അലക്സയും വരുന്നുണ്ട്. എനിക്ക് ഐറിസ് പറയാണ്, നമ്മളോട് വന്ന് നിനക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ്, അപ്പൊ പെട്ടെന്ന് സാധനം വാങ്ങിച്ചിട്ടൊക്കെ പോകാന്ന് പറയാണ് ഐറിസ്. അപ്പൊ അലക്സി എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ പോകുന്ന സ്ഥലത്തോട്ടാണ്. ഈ ഐറിസ്, ഇവിടെ നീ ചുറ്റി നോക്കി, ഇവിടെ ഒരുപാട് ലക്ഷറി ഐറ്റം ഉണ്ട്, എനിക്ക് ഈ മോളുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കണം. അപ്പൊ ഐറിസ് പറയണം, എനിക്ക് ഈ മോളുള്ള കാര്യം അറിയില്ലായിരുന്നു. എന്താണ് ഐറിസ്, ഈ ഒരു കൺട്രിയിലത്തെ ക്യൂൻ ആയിട്ടും ഈ ഒരു മോളുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു? എന്തോ ആയിക്കോട്ടെ, നിനക്കൊണ്ട് സാധനം പെട്ടെന്ന് വാങ്ങിക്കുന്ന ഐറിസ് അലക്സിനോട് പറയാണ്. അപ്പോഴാണെങ്കിൽ അവിടെ ഗാമ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു മോളിലത്തെ ഓണർ ആയിട്ടുള്ള ലൂണയായിട്ടാണ് അവിടെ വരുന്നത്. ഗാമ അവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫുഡ് അലക്സിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ അലക്സി പറയാണ്, എനിക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ ഒരുപാട് ഫുഡ് എന്റെ ആ ഒരു ക്യാസിലോട്ട് അയച്ചു തരാന്ന് പറയാണ് ഗാമേനോട്. അപ്പോഴാണെങ്കിൽ അലക്സിനോട് ഐറിസ് പറയണം, നമ്മളോട് അന്ന് കഴിക്കാൻ വേണ്ടിയാണ്, നിന്റെ ട്രിപ്പിന് പോകുന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ്. എന്ത് ട്രിപ്പോ എന്ന് ഗാമ അവരോട് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അലക്സിയെ പറയാണ്, അതെ നമ്മൾ ട്രിപ്പിൽ പോവുകയാണ്, എന്ന് വെച്ചാൽ ഒരു സീക്രട്ട് ലാൻഡിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ ട്രിപ്പിലാണ് പോകുന്നതെങ്കിൽ നമ്മളിൽ കുറച്ച് VIP കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ട്രിപ്പിന് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാം. അലക്സിയയ്ക്ക് ആ ഒരു കളക്ഷൻസ് മൊത്തം ഇഷ്ടപ്പെടുകയാണ്. ആൻഡ് അവൾ ആ സാധനങ്ങൾ മൊത്തം പാക്ക് ചെയ്യാൻ വേണ്ടി പറയാണ് ഗാമേനോട്. അവിടുന്ന് കട്ടിയ സ്കൂളിലത്തെ മെഡിക്കൽ വാർഡ് കാണിക്കണം. അപ്പോൾ മെഡിക്കൽ വാർഡിൽ പൊള്ളിയ കുറേ പേര് കിടപ്പുണ്ട്, കുറേ സ്റ്റുഡൻസ് ആണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഹീറോ ഉണ്ട്. അപ്പോൾ ഹീറോനെ കാണാൻ വേണ്ടി അവിടെ അലോവ വരുന്നുണ്ട്. പ്രശ്നം കാരണം മരിക്കാറുന്ന എന്നെ ഒരു പുതിയൊരു ജീവിതത്തിലോട്ട് എത്തിച്ചത് നീയാണ്, അപ്പോൾ നിന്നെ രക്ഷിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ കരയാണ് അവന്റെ കൈ പിടിച്ചുകൊണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് അലോവയും ഹീറോയും ഒരുമിച്ച് ട്രെയിനിൽ ആ ഒരു സീക്രട്ട് എന്ന സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി എങ്ങനെ പോലെ 2 ദിവസം, അപ്പോൾ ആ 2 ദിവസം നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് പോവാം എന്ന് അവൾ അവനോട് പറയാണ്. ആരും കാണാതെ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് കയറായിരുന്നു, പക്ഷെ എങ്ങനെയോ ഇവളതിനെ കണ്ടു. അതിനുശേഷം ഇവളെന്നെ വിട്ടു പോകുന്നില്ല, ഇവിടെ എന്റെ കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ആ സീക്രട്ട് ലാൻഡിൽ ഒറ്റ സെക്കൻഡിലോട്ട് പോകാം, പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടർ അല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു നോർമൽ എക്കോണമിക് സീറ്റിൽ ട്രെയിനിൽ തന്നെ പോകേണ്ടി വരും. നമ്മൾ ആർക്കും പിരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ സ്ട്രോങ് ആണ്, നമ്മളെ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്, നമ്മൾ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല, നമുക്ക് തന്നെ കലനം കഴിക്കണം എന്ന് അവൾ അവനോട് പറയാണ്. എന്നും പറഞ്ഞ് അവൾ ഷാഡോനെ കൈ പിടിക്കുകയാണ്. അപ്പൊ ഷാഡോണി പതിയെ ആ കൈ അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയതിനു ശേഷം അവിടെ ഇരിക്കുന്ന ഒരു പേപ്പർ എടുത്തതിനു ശേഷം ഷാഡോ പിന്നോനെ അടുത്ത് നിന്നതിന് ശേഷം ആ ഒരു പേപ്പർ വായിക്കുകയാണ്. ഞാൻ പോകുന്ന സ്ഥലത്താണ് ഗോഡസ്, അത് ആ 3 വാരിയേഴ്സ് ക്രിയേറ്റ് ആയത്. ഹീറോയുടെ നിൽക്കുമ്പോഴും അവിടെ അവൾ വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയോട് പറയാണ്, നീ ഒരു കാര്യം നീ ഓർത്തോ, പക്ഷെ നമ്മൾ ആർക്കും പിരിക്കാൻ പാടില്ല, കാര്യം നമ്മളെ സെൽഫ് കോൺഫിഡൻസ് അതൊരിക്കലും വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോനെ കുറെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാണ് അവള്. ഇതൊക്കെ കഴിഞ്ഞ സിനിമത്തിൽ ഞാൻ കേട്ട് മറന്ന സാധനങ്ങളാണ്, പെട്ടെന്ന് തന്നെ ഇവളുമായിട്ടുള്ള ബന്ധം നിർത്തണം എന്ന് ഹീറോ അവനെ മനസ്സിൽ ആലോചിക്കുകയാണ്. രാത്രിയാണെങ്കിൽ അലോവ ഹീറോയിലൂടെ കിടക്കാൻ വേണ്ടി വരികയാണ്, പക്ഷേ ഹീറോ ആണെങ്കിൽ സീലിംഗിൽ കിടന്നുറങ്ങുകയാണ് ഇവളെ പേടിച്ചിട്ട്. അങ്ങനെ ഹീറോയും അവളും ആ ഒരു സിറ്റി എത്തുകയാണ്. സിറ്റി എത്തുമ്പോൾ കുറേ കടകളിൽ കുറേ കൈകൾ വെച്ചിട്ടുണ്ട്. ആ കൈ ആരെ കൈയാന്ന് വെച്ചാൽ ഒരു ഡിയോബ്ലസ് എന്ന് പറഞ്ഞ ഒരു ഡീമന്റെ കൈയാണ്. അതെല്ലാം ഞാൻ കൾട്ട് ഓഫ് ഡിയോബ്ലസിലെ മെമ്പേഴ്സിനെ കൊന്നുകൊണ്ടായിരിക്കണം ഇപ്പോഴും ഈ ഒരു കൈയൊക്കെ ഇപ്പോഴും വെക്കുന്നത് എല്ലാവരും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു തിരക്കാണ്. ആ തിരക്ക് എന്താണെന്ന് വെച്ചാൽ റോസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി റൈറ്ററിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ കൂടി നിൽക്കുന്നതാണ്. ഇത് അവൾ കാണുകയാണ്. സിറ്റ്കാഗനോന് അവളുടെ ഏറ്റവും വലിയ ഫാനാണ്. അവളുടെ സ്റ്റോറിയിൽ ആക്ഷൻ, ത്രില്ലർ, ഫാന്റസി, കോമഡി എല്ലാം വളരെ കിടിലുമാണ് അവളുടെ ഒരു സ്റ്റോറീസിലെല്ലാം. ലാസ്റ്റ് ഇറങ്ങിയ ബുക്സും എല്ലാം വായിച്ചു. ഇവളുടെ
അവളുടെ ഏറ്റവും വലിയ ഹാർഡ് കോർ ഫാനാണ് ഞാൻ, നമുക്ക് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങിക്കാം, നീ ഒന്ന് വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ ആ ക്യൂവിൽ അടുത്തോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്ന ആരോ ആണ് ആ സ്റ്റോറി റൈറ്ററെന്ന് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റൈറ്ററിന്റെ കുറെ ബുക്കുകൾ എടുത്ത് ഹീറോ വായിക്കണം. അപ്പോൾ ഹീറോയ്ക്ക് ചെറിയ ഡൗട്ട് വരികയാണ്, ഇത് എനിക്കറിയാവുന്ന ആരോ ആണെന്ന് പറഞ്ഞിട്ട്. റോമിയോ ജൂലിയറ്റ്, ദ കൾട്ട് ഓഫ് അലോവിറ്റ, മാർക്കസ് ഡി ക്രൈസ് എന്ന് പറയുന്ന കുറെ കഥകൾ കാണുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് ചെറിയ ഡൗട്ട് അടിച്ചതിന് ശേഷം അവൾ അടുത്ത് പോയിട്ട് ഹീറോ നോക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇത് ആരാണെന്ന്. അപ്പോഴാണ് ഹീറോ കാണുന്നത് റോസ് ആണ്. ചെറുപ്പത്തിൽ ഹീറോ റോസിന് ഇവിടെ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് ഇവക്ക് സ്റ്റോറീസ് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇവക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റോറീസ് എല്ലാം. ഞാൻ വിചാരിച്ചില്ല ഇവൾ ഇത്ര വലിയ നിലയെത്തുന്നു. അപ്പോഴാണെങ്കിൽ അവൾ പറയണം, ഹേയ് ലോഡ്, ഞാനിവിടെ ലോഡ് വരുന്നത് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഈ മിഷനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബുക്ക് അവന് കൊടുക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോയും അലോവയും ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അലോവ ഹീറോയോട് പറയാണ്, ഞാൻ ഇവളുടെ ഏറ്റവും വലിയ ഹാർഡ് കോർ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഈ ഓട്ടോഗ്രാഫ് ഭയങ്കര വലിയ കാര്യമാണ്. നീയും ഇവളുടെ ഏറ്റവും വലിയ ഫാനാണെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ഓട്ടോഗ്രാഫ് എനിക്ക് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ ബുക്ക് അവൾ തുറന്നു നോക്കുമ്പോഴാണ് അവൾ ഏഷ്യൻ ലെറ്റേഴ്സ് എന്തൊക്കെ എഴുതിയിരിക്കുന്നത് കാണുന്നത്. ഇത് ഏഷ്യൻ ലെറ്റേഴ്സ് ആണല്ലോ. അപ്പോൾ എനിക്ക് ഹീറോ ചോദിക്കുകയാണ്, എനിക്ക് ഏഷ്യൻ ലെറ്റേഴ്സിനെ പറ്റി അറിയാം. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ഏഷ്യൻ ലെറ്റേഴ്സിനെ പറ്റി അറിയണ്ട, പക്ഷേ ഇത് കണ്ടാൽ മനസ്സിലത് ഏഷ്യൻ ലെറ്റർ ആണെന്ന്. ഹീറോ നൈസായിട്ട് ആ ഒരു വിഷയമൊക്കെ മാറ്റി വിടുന്നുണ്ട് അവളെ ബുക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷം. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആൽഫേനെ കാണിക്കണം. അപ്പോൾ ആൽഫ അവളെ മിഷന് വേണ്ടി ഒരു രാത്രി സ്ഥലത്ത് നിൽക്കുകയാണ്. ദ ഗ്രേറ്റ് ഒളിവർ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ ഈ രാത്രി സമയത്ത് എന്തായിരുന്നു ഇവിടെ വന്നത്? പിന്നെ ഇവന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവനടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കായിരുന്നു, പക്ഷേ ഇവനെ ആരോ കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിസ്റ്ററി ഞാനും എൻ്റെ ടീമും കണ്ടുപിടിച്ചിരിക്കും എന്ന് ആൽഫ അവളെ മനസ്സിൽ പറയാണ്. ആ സമയത്ത് അവിടെ കുറെ ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ ഗാർഡ്സിനെ കണ്ട ആൽഫ തിരിഞ്ഞ് നടന്നു പോവുകയാണ്. ഇതെല്ലാം ദൂരത്തിൽ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നുകൊണ്ട് ഹീറോ എല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. എന്നിട്ട് ഹീറോ പറയാണ്, വിചാരിച്ച പോലെ തന്നെ എല്ലാം നടപ്പുണ്ട്. ഹീറോ ദൂരത്ത് നിന്നോട് ഒരാളെ കാണണം. എന്നിട്ട് ഹീറോ പറയാണ്, വേട്ടയാടാനുള്ള സമയം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹീറോ താഴോട്ട് ചാടുകയാണ്. ഹീറോ താഴെ ഇറങ്ങുമ്പോൾ തന്നെ അവനെ വേറൊരുത്തം വന്ന് കൊല്ലുന്നുണ്ട്. അത് വേറെ ആരല്ല, ഹീറോയുടെ ഓർഗനൈസേഷനിലുള്ള വേറൊരു പെൺകുട്ടിയാണ്. ഇതുപോലെ കണ്ണിന് കാണാൻ പറ്റാത്ത അറ്റകൊക്കെ നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഹീറോ പെൺകുട്ടിയോട് പറയാണ്. എന്റെ ഹീറോ അവളോട് പറയാണ്, എനിക്ക് ആൽഫയുടെ കയ്യിൽ നിന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങളെ പ്ലാൻ എങ്ങനെയാണ് പോകുന്നത്? അപ്പോഴാണെങ്കിൽ അവൾ പറയാണ്, നമ്മളെ പ്ലാൻ എ ഫെയിൽ ആയി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്ലാൻ ബി നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കും എങ്ങനെ പോയാലും. നിങ്ങൾ എന്തായാലും പ്ലാൻ പോലെ തന്നെ ചെയ്തോളൂ, പക്ഷേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ വന്ന് പെൺകുട്ടിയുടെ പേരാണ് ഹെക്സൽ. അപ്പോൾ ഹെക്സലിനെ പറ്റി ഹീറോ പറയാണ്, ഹെക്സൽ നല്ല പെൺകുട്ടിക്ക് തന്നെയാണ്, പക്ഷെ അവൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ മാറ്റി പിടിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കൊടൂരമായി മാറും എന്നും പറഞ്ഞ് ഹീറോ അവിടെ നടന്ന് പോവുകയാണ്. അവിടെ വെച്ച് എപ്പിസോഡ് 10 എൻഡ് ആവുകയാണ്. ഈ എപ്പിസോഡിന്റെ ലെങ്ത് വളരെ കുറവാണ്, കാര്യം ഈ ഒരു എപ്പിസോഡിൽ വേണ്ട കാര്യം വളരെ കുറച്ചുള്ളൂ, ബാക്കി മൊത്തം ഫില്ലേഴ്സ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ഇമ്മൻസ് ചാനലിന്റെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കാര്യം അടുത്ത എപ്പിസോഡ് തൊട്ട് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒരുപാടുണ്ട്. കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നാളെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് അലക്സ് പ്ലാനർ സൈനിങ് ഔട്ട്.